ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മാപ്സ്റ്റിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൂപ്പർ ജിംനി എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ ആദ്യം തന്നെ? ഞാൻ രാജേഷ്, മലയാലപ്പുഴ രാജേഷ്. മലയാലപ്പുഴ ഫേമസ് ആയിട്ട് ഒരു ക്ഷേത്രമുണ്ട്, മലയാലപ്പുഴ ഭഗവതി. അങ്ങനെയാണ് മലയാലപ്പുഴ അറിയപ്പെടുന്നത്. ആ നാട്ടിലെ ആ ഭഗവതിയുടെ ഒരു ഭക്തനാണ് ഞാൻ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറാണ്. എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ആവാൻ ഉള്ളൊരു തീരുമാനം എടുക്കാനുള്ളൊരു കാരണം? ഞാൻ സിനിമാ പ്രേമിയാണ്. ഞാൻ ചെറുപ്പം മുതൽ ജയൻ്റെ ഒരു ആരാധകനാണ്. ജയൻ സിനിമാ നടൻ ജയൻ്റെ 117 സിനിമകളും തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കാലഘട്ടം മാറി മോഹൻലാലായി. തിയേറ്ററിൽ മാത്രമല്ല, അന്ന് കോളേജുകളിൽ ഈ ഷോ നടത്തുമായിരുന്നു. ഈ പ്രൊജക്റ്റ് കൊണ്ടുവന്ന് ഷോ നടത്തുമായിരുന്നു. അത് കോളിളക്കം, തടവറ, ഇരുമ്പഴികൾ, അടവുകൾ 18, വെള്ളായണിപ്പരമു, അങ്ങനെ കുറേ ഏറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വീട്ടിൽ നിന്ന് ഈ സിനിമ എന്നും പറഞ്ഞ് ഇറങ്ങി പോവാ, സിനിമ കാണാനുള്ള ആഗ്രഹം കൊണ്ട്. അന്ന് എല്ലാ വീട്ടിലൊന്നും TV-യോ ഒന്നുമില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ കയറ്റാറില്ല പലപ്പോഴും. അങ്ങനെ വീട്ടിൽ നിന്ന് ഈ സിനിമാ പ്രേമം കൊണ്ട് ഇറങ്ങി ഞാൻ ഏകദേശം 10ാം ക്ലാസ് 91-ൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പഠിത്തത്തിൽ എൻ്റെ കൂടെ പഠിച്ച പലരും ജഡ്ജിയുണ്ട്, മജിസ്ട്രേറ്റ് ഉണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്. ഞാൻ മാത്രം ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അല്ല, അപ്പോൾ ശരിക്കും എന്താണ് പ്രൊഫഷൻ? എന്താണ് ചെയ്യാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ട്. അത് സിനിമയുടെ ഒരു ഭ്രാന്ത് കൊണ്ട് വീഡിയോ കാസറ്റ് ലൈബ്രറി തുടങ്ങി. അത് മോസംബേർ എന്ന് പറഞ്ഞൊരു കമ്പനി വന്ന് സിനിമ കാസറ്റ് പോയി. രണ്ടാമത് അതിനോട് ചേർന്ന് സ്റ്റുഡിയോ തുടങ്ങി. ഒന്നും അറിയാതെ സ്റ്റുഡിയോ തുടങ്ങി. അത് നല്ല വിജയമായിരുന്നു. അത് ഏകദേശം ഈ കൊറോണ വന്ന് സ്റ്റുഡിയോ, പിന്നെ ചെറിയ രീതിയിൽ ഫിനാൻസ് ഒക്കെ ചെയ്തു. അത് കുബേര വന്ന് അതും പൂട്ടി. പിന്നെ തുണിക്കട തുടങ്ങി, അതും ചെയ്തു. അതും ഏകദേശമൊക്കെ കുറച്ച് നാൾ അത് ചെയ്തു. അത് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു, അതും നിർത്തി. ഇപ്പോൾ ഒരു ചെറിയ ഹോട്ടൽ ചെയ്തു. ഹോട്ടലിലാണ് ഇപ്പോൾ. എല്ലാത്തരം ബിസിനസ്സുകളും ശരിക്കും ബിസിനസ്സാണോ താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ? അതൊക്കെ അത് എന്താ പറയുക, അത് ഭഗവതിയുടെ ഒരു തീരുമാനം പോലെയാണ് എൻ്റെ ജീവിതം. മലയാലപ്പുഴ അമ്മ, യെസ്, മലയാലപ്പുഴ അമ്മയാണ് എൻ്റെ എല്ലാം. അപ്പൊ ഭഗവതി എന്ത് തീരുമാനിക്കുന്നു, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ പോകുന്ന വഴികൾ ആ ദേവിയെ മനസ്സിലുള്ളത് കൊണ്ട് അതെന്ത് ചെയ്താലും അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ജയന്റ് ഭയങ്കര ഒരു ഫാനാന്ന് പറഞ്ഞു. ശരിക്കും ജയന്റ് സിനിമ കണ്ടപ്പോ ഒരു നടനാവണമെന്നായിരുന്നു ആഗ്രഹം? അതോ അന്ന് ജയന്റ് പിന്നെ ആ പാൻ്റൊക്കെ ഞാൻ തയ്ച്ചിട്ടിട്ടുണ്ട്. അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ എന്തെങ്കിലും വേഷം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? എന്ത് ക്യാരക്ടർ എന്താണ് പറയാൻ പറ്റുന്നതാണോ? ഇതിലെ ഒരു പലിശക്കാരന്റെ ഒരു വേഷം എനിക്ക് ഡയറക്ടർ തന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് അവര് പറയുന്നു. പക്ഷെ ഞാൻ അത്രത്തോളം തൃപ്തനല്ല. അല്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ലല്ലോ. അതെ 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 അതെ, അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ മുഴുനീളം ഒരു ക്യാരക്ടറാണോ? ഇല്ലല്ല, 3-4 സീനേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? അതുകൊണ്ട് മാത്രമല്ല, ഈ സിനിമ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, രാജീവ് മലയാലപ്പുഴ. അദ്ദേഹം ഈ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ഇതിലെ മെയിൻ ആർട്ടിസ്റ്റ് മീനാക്ഷി എന്ന കഥാപാത്രത്തിന് എൻ്റെ ഹോട്ടലിൽ ഒരു ബിരിയാണി വാങ്ങിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഷൂട്ടിംഗ് ഒന്ന് കാണാം, അവിടെ വരുമോ എന്ന് ചോദിച്ചു. എന്താ പോയേക്കാം. യെസ്, ഒരു 4 ദിവസം ഷൂട്ട് കഴിഞ്ഞു. അന്ന് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് സത്യമാട്ടോ, അതുകൊണ്ട് എനിക്ക് വേറെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ഷൂട്ട് കാണാൻ പോയപ്പം ഷൂട്ട് കണ്ടു, തിരിച്ച് വീട്ടിൽ പോയി കണ്ടു. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് ഈ രാജീവും ഡയറക്ടറും എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വരുന്നു. ആ വീട്ടിൽ വന്നിട്ട്, രാജേഷേട്ടാ, നമുക്ക് ഈ സിനിമയിലെ പ്രൊഡ്യൂസർ ചെറിയ വിഷയമായിട്ട് ഇത് 4 ദിവസം ഷൂട്ട് കഴിഞ്ഞു, നമുക്ക് മുന്നോട്ട് പോകണം, കുറച്ച് ഫണ്ട് വേണം. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചില്ല. വേറെ ആരും നമുക്ക് ഇത് പ്ലാനുമില്ലാതെ ചെയ്തതാണ്. അപ്പോൾ പ്ലാനുമില്ലാതെ ചെയ്തപ്പോൾ സമയത്ത് ഇത് തുടങ്ങി വെച്ചു. എനിക്കൊരു കാര്യമുണ്ട്, എന്ത് തുടങ്ങിയാലും അത് പൂർത്തീകരിക്കണമെന്നുള്ളൊരു വാശിക്കാരനാണ് ഞാൻ. അപ്പം എൻ്റെ അതെ അതെ. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു, എവിടെ നിന്നൊക്കെ വാങ്ങിച്ചു,
ഇതൊന്നും പറയാൻ പാടില്ലാത്ത, നിനക്ക് വല്ല ആവശ്യം ഉണ്ടോടാന്ന് ചിലപ്പം പ്രേക്ഷകർ ചോദിക്കും. സിനിമയോടുള്ള ആഗ്രഹവും പിന്നെ എൻ്റെ വാക്കിലും എൻ്റെ നാട്ടുകാരും വിചാരിക്കും ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം അത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തും ഈ സിനിമ തീർക്കുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ എപ്പോഴായിരുന്നു? ഷൂട്ടിങ് 38 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്. ഏത് വർഷമായിരുന്നു? 2024. കഴിഞ്ഞ വർഷം തന്നെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. അത് എന്താണെന്നറിയില്ല, നമ്മുടെ കയ്യിൽ ഏകദേശം വലിയ എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ഈ സിനിമ തീർത്തു. അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും എനിക്കും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അന്നേരം ചോദിച്ചവരൊക്കെ പൈസ തന്നു. ബാങ്കിൽ പോയപ്പോൾ അവിടെ നിന്ന് എല്ലാം ലോണ് കിട്ടി, കറക്റ്റായിട്ടെല്ലാം കിട്ടി. ഇപ്പോൾ ഈ സിനിമ റിലീസ് ഘട്ടത്തിലെത്തിയിരിക്കുക. 24-ാം തീയതി സിനിമ റിലീസാണ്. അപ്പം എൻ്റെ വിശ്വാസം എല്ലാം മനസ്സിൽ ദൈവം എന്നെ കാത്തോളും എന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ സിനിമയുടെ ഒരു ആരാധന എൻ്റെ മനസ്സിലുണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് സിനിമ ചെയ്തു. അപ്പം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇത് രക്ഷപ്പെടും എന്നൊരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ഈ സിനിമ കാണുകയും ചെയ്തു. അപ്പം എനിക്ക് സന്തോഷമായി. കണ്ടു, എഡിറ്റ് കഴിഞ്ഞു. ഇനി ഇത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ എല്ലാ പ്രേക്ഷകരും. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സംതൃപ്തനാണോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ? ഞാൻ സംതൃപ്തനാണ്. നമ്മുടെ ആ ബഡ്ജറ്റിലുള്ള സിനിമ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മോഹൻലാലോ മമ്മൂട്ടി പൃഥ്വിരാജിനെ വെച്ചൊന്നും സിനിമ എടുക്കാനുള്ള നിവൃത്തിയൊന്നും നമുക്കില്ല. നമ്മൾ സാധാരണപ്പെട്ടവരാണ്. അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർ നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ഒരാളെ കൊണ്ട് സിനിമ എടുക്കാൻ പറ്റും എന്ന് മാത്രം ഞാൻ കാണിച്ചു കൊടുത്തു. ഇനി നാളെ എന്താണെന്നുള്ളതും എനിക്കറിയില്ല. പക്ഷെങ്കിൽ നമ്മൾ ആ സിനിമ തീർത്തു, സിനിമ തിയേറ്ററിലെത്തിച്ചു. ഇനി എല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. ഏകദേശം ഒരു നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഇതേപോലത്തെ ഒരു സിനിമ എടുക്കുന്ന ഏകദേശം എത്രത്തോളം ബഡ്ജറ്റ് വേണം? ബഡ്ജറ്റ് എനിക്ക് ഏകദേശം 2 കോടി സംതിങ് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട്. ശരിക്കും ഒരു റിസ്കി ഒരു എലമെന്റ് അല്ലേ ശരിക്കും? ഒരുപാട് അറിയപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിലും സിനിമയിലുണ്ടെങ്കിലും ശരിക്കും ഒരു ബിസിനസ്സായിട്ടും കാണുന്ന ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് കൂടിയാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. കാരണം നമ്മൾ മുടക്കുന്നതിൻ്റെ ഒരു കുറച്ച് അല്ലെങ്കിൽ അത്രത്തോളം തിരിച്ചു കിട്ടണ്ടേ? ലാഭം ഇല്ലെങ്കിലും അത്രത്തോളം തിരിച്ചു കിട്ടണ്ടേ? ഞാൻ ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല. ഈ സിനിമ ചെയ്തു, ഞാൻ മുടക്കിയ പൈസ കിട്ടിയാൽ മതി. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഒരു 50 ലക്ഷം മുടക്കിയാൽ അല്ലെങ്കിൽ 20 ലക്ഷം മുടക്കിയാൽ അത്ര രൂപ നമുക്ക് തിരിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഇനിയിപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും സിനിമ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നെങ്കിലോ? ഭാവിയിൽ സിനിമ ചെയ്തതിനെ പറ്റി ഒന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ഇത് ആഗ്രഹം കൊണ്ട് ചെയ്തു. നാളെ ഇനി എന്ത് ചെയ്യണമെന്നും അത് എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഞാനൊരു ദേവീഭക്തനാണ്. അപ്പം ഞാൻ പോകുന്ന വഴികൾ തീരുമാനിക്കുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് പിന്നെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാടുണ്ട്. അതിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ തിയേറ്റർ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഡയറക്ടറും അല്ലെങ്കിൽ ക്രൂ ഒക്കെ ആയിട്ടുള്ളൊരു ആത്മബന്ധം അല്ലെങ്കിൽ അവരായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ടർ ഒരു പാവമാണ്. പത്തനംതിട്ടക്കാരാണ്. അതെ, എലന്തൂരുള്ളതാണ്. പുള്ളിക്കാരനെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. പക്ഷെ പുള്ളിയോട് എപ്പോഴും എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് പലരോടും. ഈ ലൊക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ ഒരുപാട് പൈസയൊന്നുമില്ല, നമ്മളിതിനകത്ത് എടുത്ത് ചാടി. അപ്പം ഇത് തീർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പം പിന്നെ അത്യാവശ്യം എനിക്ക് ദേഷ്യപ്പെടുന്ന ഒരു ആളാണ് ഞാൻ. ഒറ്റ താങ്കൾ മാത്രമല്ല പ്രൊഡ്യൂസർ ആയിട്ടുള്ളത്? അതേ ഉള്ളൂ. സാധാരണ കോ പ്രൊഡ്യൂസേഴ്സ് ഒന്നുമില്ല. മറ്റേ ആൾ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു. നിലവിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹോട്ടല് പത്തനംതിട്ട തന്നെയാണോ? കുമ്പഴയായിരുന്നു ഹോട്ടല്. ഇപ്പോൾ ഹോട്ടലില്ല, അത് നിർത്തി. മലയാളപ്പുഴ അമ്പലത്തിലോട്ട് അടുത്തൊരു ഹോട്ടൽ കിട്ടി. അപ്പോൾ ഇതെല്ലാം ഒരു ദൈവനിശ്ചയമാണ്. കുമ്പഴ ഹോട്ടൽ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് വേറൊരു നല്ല ഹോട്ടൽ കിട്ടിയപ്പോൾ അത് സ്വാഭാവികമായിട്ട് നിർത്തി. പിന്നെ മലയാളപ്പുഴ ഇപ്പോൾ ഒരു ഹോട്ടൽ അമ്പലത്തിനോട് ചേർന്നുണ്ട്. അമ്പലത്തിലെ ഭക്തരെ ആശ്രയിച്ച് ഒരു ഹോട്ടൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സിനിമയുടെ കഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാരാംശം എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സിനിമ റിലീസാകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കണ്ടിടത്തോളം ഒരു കുടുംബത്തിൽ നമ്മൾ ബാംഗ്ലൂരൊക്കെ കുട്ടികളെ പഠിക്കാൻ വിടത്തില്ലേ, അവർ പഠിക്കാൻ പോകുന്നിട്ട് അവിടുന്ന് ഈ MDMA വരുന്ന ഒരു കാലഘട്ടമാണ്.
ഇപ്പൊ ബാംഗ്ലൂരും ഉണ്ട്, ഇപ്പൊ കൊച്ചിയിലായാലും മതി. കൊച്ചിയിലായാലും അതിപ്പോൾ ഗ്രാമപ്രദേശമായ പത്തനംതിട്ട, മലയാലപ്പുഴ അവിടെ എല്ലാം ഇതെത്തി തുടങ്ങി. അപ്പം അത് സംബന്ധമായിട്ട് അത് ശരിക്കും നടന്ന സംഭവമാണോ? അതെ, അവിടെ ഇതിനു മുമ്പൊന്നും നടന്നിട്ടുണ്ട് ഇത്. അത് ഒരാളെ വന്ന് റെഡി ചെയ്ത് പിടിക്കുകയും സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും കണ്ടല്ല ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്. പക്ഷെ അത് യാഥാർത്ഥ്യം പോലെയാണ് നമുക്ക് തോന്നിയത്. ആ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഈ സിനിമയിൽ കൂടുതൽ എന്താ പറയുന്നത്, നടക്കുന്ന സംഭവമായിട്ട് മനസ്സിൽ തോന്നി. ഇപ്പൊ ഈ ഒരു പുതിയ തലമുറ എന്തുകൊണ്ടായിരിക്കും ലഹരിക്ക് അടിമയാവുന്നതെന്ന് തോന്നുന്നത്? അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ കഞ്ചാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. MDMA ഞാൻ ഇപ്പോഴും ഇതുവരെ കണ്ടിട്ടില്ല. അത് പറഞ്ഞിട്ട് സിനിമയെ പോലും മര്യാദക്ക് കാണിക്കുന്നില്ല. ഇല്ല, എന്നെ കാണിക്കാമെന്ന് 1-2 പേര് പറഞ്ഞു, പക്ഷെ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടി, എന്താ സംഭവം അറിയാൻ വേണ്ടി. അപ്പൊ എന്തുകൊണ്ടാ തോന്നുന്നത് ഇപ്പത്തെ ഒരു തലമുറ ഇത് തലമുറ ഈ വഴിതെറ്റുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ പോലും പിള്ളേർ സെറ്റ് നമുക്ക് പെട്ടെന്ന് ഈ പിള്ളേർ വയലൻ്റ് ആകുന്നു. നമ്മളെ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ വരുന്നു, എൻ്റെ അച്ഛൻ വന്നിട്ട് ഞാൻ റോഡിൽ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടുമ്പോൾ അച്ഛൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വിളിച്ചു മാറും. ഇപ്പം അങ്ങനെ ആര് വരുന്നു ആര് വരുന്നില്ല അതൊന്നും അവർക്ക് ചിന്തയില്ല. അവർ നെഞ്ചു വിരിച്ച് നിന്നിട്ട് അല്ല ഒരു ഫൈറ്റ് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ഇപ്പോഴത്തെ സാഹചര്യം ഒരുപാട് കേസുകളുണ്ടല്ലോ. കോഴിക്കോട് സ്വന്തം അമ്മേനാണ് വെട്ടിക്കുന്നത്. അതെ 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 അതെ. ഇപ്പൊ പത്തനംതിട്ട അടുത്ത സമയത്ത് ഒരു സംഭവം ഉണ്ടായി, ഒരു പോസ്കോ കേസ്. ഒരു 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരുപാട് 65ഓളം ആൾക്കാരുടെ പേര് ലിസ്റ്റ് വന്നു. അത് പത്തനംതിട്ടയാണ്. അതില് മലയാലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും 1-2 പേരുണ്ടെന്ന് ഇപ്പൊ കഴിഞ്ഞ വാർത്തയിൽ പറയുന്നുണ്ട്. അതിന് പേര് വരെ പത്രത്തിൽ വന്നായിരുന്നു. ആരാ എന്താന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആണെങ്കിൽ നമുക്ക് അച്ഛനെ അറിയാം, വീട്ടുകാരെ അറിയാം, മക്കളെ അറിയാം. ഇപ്പൊ അങ്ങനെ ഒരു ഇതിൽ ആരാണ് എവിടത്തെയാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. അത് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഈ സിനിമ സീരിയലിന്റെ ഒക്കെ ഒരു സ്വാധീനം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്ക് പറയാൻ പറ്റില്ല. എന്താന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ സിനിമ കണ്ടുകൊണ്ട് ഈ കഞ്ചാവ് അടിക്കണമെന്ന് നമുക്ക് അടിക്കില്ല. അല്ല, ഇപ്പൊ ദൃശ്യ സിനിമ ഇറങ്ങിയപ്പോ ആ മോഡൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു പറഞ്ഞ നമ്മൾ വാർത്തകൾ കണ്ടായിരുന്നു ഇല്ലേ? അതെ. അതേപോലെ തന്നെ ഇപ്പോ എന്തായാലും ഒരു സിനിമ കാണുമ്പോ അത് സിനിമ കണ്ടത് കൊണ്ട് മാത്രം അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. അത് സിനിമയല്ലേ. അങ്ങനെ ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. ആ ബോധമില്ലാത്തൊരു മനുഷ്യരല്ല എന്നല്ലേ പറയാൻ പറ്റൂ. അതെ, സിനിമ സിനിമയായും നാടകം നാടകമായും അത് വേർതിരിച്ച് കാണാനുള്ള കഴിവ് മനുഷ്യൻ. സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയാ ഒരു നന്മ അത് ഇല്ലാതായെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അതിപ്പോ ഇല്ല. അച്ഛനോടും അമ്മയോടും എന്നുള്ള സ്നേഹം ആർക്കും ഇന്നിപ്പോ ഇല്ല. അതെ അതെ, അച്ഛന് അമ്മയോടില്ല, അമ്മയ്ക്ക് അച്ഛനോടില്ല, അച്ഛന് മക്കളോടില്ല, മക്കൾക്ക് അച്ഛനോടില്ല. കൊച്ചുമക്കൾ ഇപ്പൊ പിറന്നു വരുന്ന 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, ഇപ്പം അമ്പോറ്റീച്ചാന്ന് വിളിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. പക്ഷെങ്കിൽ നാളെ ഇനി എന്താ വിളിക്കുന്നത് പറയാൻ പറ്റുമോ? ശരിയാണ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ളൊരു നമുക്ക് ചിന്തിക്കാവുന്നതാണ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യം. സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. ഗുണങ്ങളുണ്ട്. ദോഷവശങ്ങൾ എടുക്കാതെ ഗുണങ്ങൾ മാത്രം എടുത്തുകൂടെ? ശരിയാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ 1976 ഞാൻ ജനിച്ചത്. എനിക്കിപ്പോൾ 48-49 വയസ്സായി. അന്ന് ജനിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പൊ ജനിക്കുന്നവര് അങ്ങനെ ചിന്തിക്കുന്നില്ല. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഇനി റിലീസിന് ഒരുങ്ങാണ്. എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ്? അത് പ്രേക്ഷകരുടെ ഇരിക്കുന്ന കാര്യം. അവരെല്ലാവരും നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരിൽ നിന്ന് വന്ന് ഈ സിനിമ കഴിഞ്ഞ ദിവസം പന്തളത്തുള്ളൊരു നമ്മുടെ എന്താ പറയുന്നത്, അദ്ദേഹത്തിന് ഒരു അസുഖമുള്ള ഒരാളൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു. അത് ഞങ്ങളുടെ ജില്ലയിലാണ്. അതെ, കളം. ആ സിനിമ കളം 24. അദ്ദേഹം അതുപോലെ സാധാരണപ്പെട്ട മനുഷ്യനാണ്. അതൊക്കെ മനുഷ്യൻ പ്രേക്ഷകരെ അതൊക്കെ വിജയിപ്പിച്ചു കൊടുക്കണം, വിജയിപ്പിച്ച് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ എല്ലാവരുടെയും പൈസയൊന്നും കാണില്ല. കോടിക്കണക്കിന് രൂപ മുടക്കും, 100 കോടി 200 കോടി രൂപ മുടക്കി സിനിമ എടുക്കുക. എല്ലാവർക്കും ആഗ്രഹമുണ്ട് മനുഷ്യന്. ജീവിതത്തിൽ ഒരു ജീവിതമേ ഉള്ളൂ. അപ്പൊ സിനിമ എടുക്കാനാണ്. ചിലർക്ക് കളക്ടർ ആകാനായിരിക്കും, ചിലർക്ക് SP IG അതുപോലുള്ള പല ആഗ്രഹങ്ങൾ കാണും. അതുപോലെ ചിലർക്ക് സിനിമ എടുക്കാനുള്ള ആഗ്രഹം കാണും, ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹം കാണും, അഭിനയിക്കാൻ ആഗ്രഹം കാണും. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം കിട്ടിയ കഴിഞ്ഞാൽ ഞാനിപ്പോ പ്രൊഡ്യൂസറായ എനിക്ക് അഭിനയിക്കുകയും ചെയ്യാം.
അപ്പോൾ എനിക്ക് ഞാനല്ലേ കാശ് കൊടുക്കുന്നേ, അപ്പോൾ എന്നെ അഭിനയിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. അല്ല, മലയാള സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക, ഇത് ചെയ്യണ്ടായിരുന്നു, എനിക്ക് ഈ സിനിമ എടുക്കണ്ടായിരുന്നു തോന്നി പോയ ഒരുപാട് ആളുകൾ എനിക്ക് അറിയാം. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂസ് എടുത്തിട്ട് ഇങ്ങനെ പെട്ടുപോയി, അല്ലെങ്കിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ച ഒരുപാട് പേരെ എനിക്ക് അറിയാവുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മലയാളപ്പുഴ അമ്മയുടെ ഒരു ഭക്തനാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഞാൻ അമ്മയുടെ ആൽബം ചെയ്യുമായിരുന്നു. അത് നഷ്ടങ്ങളോ ലാഭങ്ങളോ നോക്കി ചെയ്യുന്നതല്ല. അന്ന് എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പൈസ എടുത്ത് അമ്മയുടെ ആൽബം ചെയ്ത് ഏകദേശം 3 ആൽബം ചെയ്തു. ആ ആൽബത്തിൽ അസോസിയേറ്റ് ആയിട്ട് വന്ന ആളാണ് ദിലീഷ് പോത്തൻ. അദ്ദേഹം ഇന്ന് ആരാണ്? ഞാൻ ആ കാലം എന്ന് പറയാൻ വലിയ സമയമൊന്നും ആയിട്ടില്ല. യെസ്, ആ സമയത്ത് അദ്ദേഹം 10 ദിവസം എൻ്റെ കൂടെ താമസിച്ച എൻ്റെ വീട്ടിൽ. ഇപ്പോഴും ആ ബന്ധം ഉണ്ട്. ആ ബന്ധം നിലനിർത്തുന്നുണ്ട്. ഞാൻ എപ്പോൾ ഫോൺ വിളിച്ചാലും അദ്ദേഹം എടുക്കും. ഞാനിപ്പോൾ ഈ സിനിമ തുടങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഫ്ലാറ്റിൽ പോയി കണ്ടു. എറണാകുളത്താണ്, ഹൈക്കോർട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന അത് സ്ഥലം ഓർക്കുന്നില്ല, അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ പോയി അനുവാദം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം എനിക്ക് അഭിനയിക്കാൻ വരാമെന്ന് പറഞ്ഞു, ഒരു ദിവസം. പക്ഷേങ്കിൽ അത് അന്ന് നടന്നില്ല. അന്നത്തെ ആ ദിവസം ഷൂട്ട് നടക്കാഞ്ഞുകൊണ്ട് അത് നടന്നില്ല. അപ്പം ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട്. അന്ന് ഞങ്ങൾ തോളെ കൈയിട്ട് നടന്ന ഒരു ബന്ധമുണ്ട്. ഇപ്പം തോളെ കൈയിടാൻ പറ്റാത്തൊരു ആ ലെവലിലായി പുള്ളി. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതാണ്. അപ്പം പുള്ളി ഇന്ന് ആരാന്നറിയോ? ദിലീഷ് പോത്തൻ. അതെ, മഹേഷിന്റെ പ്രതികാരമാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി. രണ്ടാമത് തൊണ്ടി മുതലും ദൃസാക്ഷിയും. അപ്പം അതുപോലൊരു അത് ദൈവം ആ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ സിനിമ, ആ സിനിമയിൽ കൂടെ അദ്ദേഹം വൻ ഹൈ ലെവലിലായില്ലേ. അതെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. പിന്നെ കുറച്ച് ദൈവവിശ്വാസം ദൈവത്തിന്റെ കയ്യിലും അങ്ങനെ വിശ്വസിക്കുന്നു. ഇതും അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, സിനിമ ഒരു ഗംഭീര വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റട്ടെ, താങ്കളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ, സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. താങ്ക് യു.